Dears, welcome back to Arcanex. So, മക്കളെ ക്രിസ്മസ് എക്സാം ഏറ്റവും കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ടൈം ടേബിൾ കൺഫേം ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള വലിയൊരു വിഷമം മക്കൾക്കുണ്ട്. മക്കളെ നിങ്ങൾ ഈ സെക്കൻഡ് തൊട്ട് പഠിച്ചു തുടങ്ങണം. അതിന്റെ കാര്യങ്ങള് കാരണങ്ങള് വിശദമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അത് ഓരോ ദിവസവും ക്രൂഷ്യൽ ആണ് നിങ്ങൾക്ക്. കാരണം ടൈം ടേബിൾ കിട്ടാത്തൊരു പ്രശ്നം നിങ്ങളെ മനസ്സിലുണ്ടാവും. ഏത് എക്സാം നടക്കുന്നു നമുക്കറിയില്ല. ഒരു ദിവസം ഒന്നിലധികം എക്സാംസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതിനുള്ള സാധ്യത പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാം ഹയർ സെക്കൻഡറിക്ക് മാത്രമാണ് നിലവിൽ ഓണത്തിന് ശേഷം ക്രിസ്മസ് അവധിക്ക് ശേഷം എക്സാം നടക്കും. 1-2 എക്സാം നടക്കാൻ സാധ്യത പറയുന്നത്. നിങ്ങൾക്ക് ആ സാധ്യത പോലും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ദിവസം 2 എക്സാം ഉണ്ടോ. ഇതിനേക്കാൾ ഉപരി ഒരു കുട്ടിക്ക് ഒരു ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവന്റെ മനസ്സിൽ തന്നെ പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതെന്ത് ചെയ്യാ, ഒരു ടൈം ടേബിൾ കിട്ടിയിട്ടില്ല. ആകെ മക്കൾ എന്ത് ചെയ്യാ, അങ്കലാപ്പിലാണല്ലേ. അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റേജിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ കെമിസ്ട്രിയെ സംബന്ധിച്ച് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ മുൻ വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾ കയ്യിൽ വെച്ചാൽ അതിലെ വെയിറ്റേജും ഇതിലെ വെയിറ്റേജും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ആ കാര്യം മറക്കരുത്. അതുമല്ല കഴിഞ്ഞ വർഷം പഠിച്ചത് ഇതും തമ്മിൽ എന്ത് ചെയ്യാ അല്ലേ, ഒരുപാട് ടോപ്പിക്സ് കൂടുതലാണ്. ഹെവിയാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ഹെവിയാണ്. ഓൾമോസ്റ്റ് +1 ലെവലിലുള്ള കുറെ കോൺസെപ്റ്റുകളാണ് ഇലക്ട്രോ കെമിസ്ട്രിയിലും അല്ലേ, മോൾ കോൺസെപ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നത് ചാപ്റ്റർ 4ഉം 5ഉം ആണ്. 14ഉം 11ഉം ഏകദേശം അത്രയും മാർക്കോളം വെയിറ്റേജ് വന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ആ ഒരു ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 5ഉം 6ഉം എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയും അതേപോലെ നോൺ മെറ്റൽസും ആയിരുന്നു. നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ ചാപ്റ്ററും ആയിരുന്നു കഴിഞ്ഞ തവണ ഉള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ പഠിച്ചാൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ ആ ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും. എന്നാൽ ഈ വർഷം ഏത് ചാപ്റ്റേഴ്സ് ആണ്? 4ാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും, 5ാമത്തത് അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രിയും കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് അനുസരിച്ചാണെങ്കിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഈ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നും അതേപോലെ മോൾ കോൺസെപ്റ്റ് 25 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ 2 ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇതിലെ മുഴുവൻ കോണ്ടന്റ് വീഡിയോയും ഒരു കാര്യം കൂടി പറയാം, നമ്മളെ ചാനൽ അവൈലബിൾ ആണ്. അപ്പൊ പറയാനുള്ളത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കുന്ന സമയത്ത് ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ നിന്ന് വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ ഇത്തവണത്തെ ചാപ്റ്ററിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആകെ മാറിയിരിക്കുകയാണ്. ചാപ്റ്ററിന്റെ ഓർഡർ ആകെ മാറിയിരിക്കുകയാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് വെച്ച് ദയവ് ചെയ്ത് മക്കൾ പഠിക്കരുത്. അത് മാത്രമല്ല ഒന്നിലധികം സബ്ജക്റ്റുകൾ ഒരു ദിവസം വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഓരോ നിമിഷവും ഇമ്പോർട്ടന്റ് ആണ്, പ്രധാനപ്പെട്ടതാണ്. സൂക്ഷിച്ച് കൃത്യമായിട്ട് വിനിയോഗിക്കുക. ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മളെ ലൈവ് നമ്മൾ അത്രയ്ക്ക് ഷോർട്ടുകളും കാര്യങ്ങളും നമ്മൾ ചാപ്റ്ററിന് കൊടുക്കുന്നുണ്ട്. അത് SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് തന്നെ കൊടുക്കുന്നുണ്ട് അല്ലേ. അതെ, കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ അനുസരിച്ച് കെമിസ്ട്രിക്ക് ഒരു ചാപ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഏകദേശം 90% ടോപ്പിക്സും ഈ ക്രിസ്മസ് എക്സാമിന് വേണ്ടി, സെക്കൻഡ് ടേമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ വ്യക്തമായി ടൈം ടേബിൾ വരാനൊന്നും മക്കൾ കാത്തിരിക്കരുത്. നല്ല എനർജിയോട് കൂടി എന്ത് ചെയ്യുക, ടൈം ടേബിൾ എത്തി എന്നത് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ മനസ്സിലുണ്ടാക്കുക. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഒരു ദിവസം 2 എക്സാം മനസ്സിൽ കണ്ടുകൊണ്ട് മക്കൾ പ്രിപ്പയർ ചെയ്യാം അല്ലേ. Very best. Bye.